വളരെ പണ്ട് ഒരു മുത്തശ്ശി ഒരു ഷൂവിനകത്ത് താമസിച്ചു കൊണ്ടിരുന്നു. ഒരു നിമിഷം നിൽക്കൂ, നമുക്കതൊന്ന് വെരിഫൈ ചെയ്താലോ? എന്റെ ഹസ്ബൻഡ് ഇല്ലാത്ത മറ്റൊരു ദിവസം കൂടി എനിക്ക് കിട്ടി. അയ്യോ, എന്താണിത്? ഇത് സത്യമാണോ? ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. ക്യാമറ. സോ നിങ്ങളിപ്പോ കണ്ടതുപോലെ ആ ഷൂ ഒരു വലിയ കാട്ടിനകത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ആ ഷൂ അത്രയ്ക്ക് വലുതായിരുന്നു. ആ മുത്തശ്ശിയും അവരുടെ മക്കളും ആ ഷൂവിനകത്തായിരുന്നു ജീവിച്ചിരുന്നത്. മുത്തശ്ശിക്ക് ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ പേരൊന്നും അവർക്ക് ഓർമ്മയില്ലായിരുന്നു. അതെ അമ്മേ, നമ്മുടെ കുടുംബത്തിൽ ഫിലിപ്പ് എന്ന പേരുള്ള ആരും ഇല്ല. അതെയോ? ഞാൻ ആരോ ഒരാൾക്ക് ഫിലിപ്പ് എന്ന് പേര് വെച്ചതുപോലെ ഓർമ്മിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പീറ്ററിനെ വിളിക്കാം അമ്മേ. കുഴപ്പമില്ല സ്റ്റാർക്ക്, നീ എനിക്ക് കണ്ണട ഒന്ന് എടുത്തു തരൂ. എന്റെ പേര് മാർക്ക് എന്നാണ്. വേണ്ട, അവനെ വിളിക്കണ്ട, നീ അത് ചെയ് സ്റ്റാർ. എന്റെ പേര് മാർക്ക് എന്നാണ് അമ്മേ. ഓ, ഞാൻ നിന്റെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേരൊക്കെ എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല. ആ മുത്തശ്ശിക്ക് ഓർമ്മശക്തി കുറവാണെങ്കിലും അവരുടെ കുട്ടികളെന്ന് വെച്ചാൽ അവർക്ക് ജീവനായിരുന്നു. ആ കുട്ടികളുടെ ഒരേ ലക്ഷ്യം അവരുടെ അമ്മയെ സന്തോഷിപ്പിക്കലായിരുന്നു. സ്ട്രോങ് ആം അവനായിരുന്നു മൂത്ത പുത്രൻ. അവൻ വിറകിനു വേണ്ടി മരം മുറിക്കുമായിരുന്നു. പീറ്റർ ഭംഗിയുള്ള കൂടകൾ നെയ്യുമായിരുന്നു. മാർക്ക് ഒരു തോട്ടക്കാരനായിരുന്നു. ലെസി പശുക്കളെ കറക്കുമായിരുന്നു. പിന്നെ ജെനി കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. ഇപ്പോഴൊക്കെ ആ മുത്തശ്ശിയും അവരുടെ കുടുംബവും ആ ഷൂവിനകത്ത് മാത്രം ജീവിക്കാറില്ല. ഒരു മാസത്തിനു മുൻപ് ആ മുത്തശ്ശിയും അവരുടെ ഫാമിലിയും ഒരു വലിയ വീട്ടിലേക്ക് താമസം മാറി. അവരുടെ ഹസ്ബൻഡ് ഒരു മരം വെട്ടുകാരനായിരുന്നു, സ്ട്രോങ് ആമിനെ പോലെ. കാടിന്റെ മറുവശത്ത് ഒരു അതിഭയങ്കര രാക്ഷസൻ താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ആ രാക്ഷസൻ അവിടെ ചെന്ന് ആ മുത്തശ്ശിയുടെ വീടിനെ തകർത്ത് തരിപ്പണമാക്കി. ആ സമയത്ത് മുത്തശ്ശി കുളത്തിൽ നിന്നും വെള്ളം എടുക്കാൻ പോയിരിക്കുകയായിരുന്നു. മുത്തശ്ശിയുടെ കുട്ടികൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ ഓടി. ആ മരവെട്ടുകാരൻ തന്നെ കൊണ്ടാവുന്ന രീതിക്ക് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അത് ആ രാക്ഷസനെ വളരെ കോപിഷ്ഠനാക്കി. ഒരു പുതിയ തടവ് പുള്ളിയെ കൂടി കിട്ടിയിരിക്കുന്നു. കാട്ടിന്റെ മറുവശത്തേക്കുള്ള തന്റെ കോട്ടയിലേക്ക് രാക്ഷസൻ ആ മരവെട്ടുകാരനെയും കൊണ്ടുപോയി. പാവം ആ മുത്തശ്ശി തിരിച്ചു വീട്ടിലേക്ക് വന്നപ്പോൾ വീട് തകർന്നു കിടക്കുന്നത് അവർ കണ്ടു. അവരെ കണ്ടപ്പോൾ അവരുടെ കുട്ടികൾ ഓടി അടുത്തേക്ക് വന്നു. സംഭവിച്ചതൊക്കെ അവരോട് പറഞ്ഞു. അങ്ങനെയൊന്നും അവർ നിങ്ങളുടെ അച്ഛനെ കടത്തിക്കൊണ്ടു പോകാൻ നമ്മൾ സമ്മതിക്കരുത്. വരൂ, നമുക്ക് അച്ഛനെ തേടി പോകാം. ഒരു പക്ഷെ ആ രാക്ഷസൻ അദ്ദേഹത്തെ കാട്ടിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിരിക്കാം. അങ്ങനെ അവരെല്ലാവരും കൂടെ അവരുടെ അച്ഛനെ തേടി കാട്ടിലേക്ക് പുറപ്പെട്ടു. അവരൊരുപാട് ദൂരം നടന്ന് കാട്ടിനകത്തേക്ക് തന്നെ പോയി. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു. അമ്മേ നോക്ക്, ഒരു വലിയ ഷൂസ്. മകനെ ആംസ്ട്രോങ്. സ്ട്രോങ് ആമെന്നാണമ്മേ. ഇപ്പൊ അതൊന്നും അല്ല പ്രധാനപ്പെട്ട കാര്യം. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമുക്ക് തിരിച്ചു പോകാൻ വീടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ഷൂവിനകത്ത് താമസിച്ചാലോ? നിങ്ങളുടെ അച്ഛനെ കണ്ടുപിടിച്ച് വീട് ശരിയാക്കുന്നത് വരെ നമുക്ക് ഇതിൽ താമസിക്കാം. അടിപൊളി ഐഡിയ അമ്മ. താങ്ക്സ്. ജെനിമ്മ, എന്റെ പേര് ജെനി എന്നാണ്. അത് ശരിയാണ്. അതിനുശേഷം നേരം ഇരുട്ടുന്നതിന് മുമ്പ് മുത്തശ്ശിയുടെ കുട്ടികളൊക്കെ ചേർന്ന് ആ ഷൂവിനെ ഒരു വീടാക്കാൻ ശ്രമിച്ചു. പീറ്ററും സ്ട്രോങ് ആമും കൂടി അതിനൊരു റൂഫ് ഉണ്ടാക്കി. ജെനിയും ലിസിയും കൂടി ഒരു ഡോർ ഉണ്ടാക്കി. മാർക്കും മറ്റു കുട്ടികളും കൂടെ ഷൂവിന്റെ അകം മൊത്തം കഴുകി വൃത്തിയാക്കി. അങ്ങനെ അവരെല്ലാരും കൂടെ ഒന്നു ചേർന്ന് ആ ഷൂവിനെ ഒരു വീടാക്കി മാറ്റി. പൊതുവെ പറയുമല്ലോ, മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടെന്ന്. അത് ശരിയല്ലേ ലീന? അമ്മ, ഞാൻ ലെസി. അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ ആ കുടുംബം മൊത്തം അന്നേ ദിവസം ആ ഷൂവിനകത്ത് കിടന്നുറങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. അതിനുശേഷം സ്ട്രോങ് ആം ഒരു വിദ്യ ചെയ്തു. തന്റെ അച്ഛനെ രക്ഷിക്കണമെന്ന് അവൻ വിചാരിച്ചു. അവൻ ഒരുപാട് വാളുകൾ തയ്യാറാക്കി. പീറ്റർ ഒരുപാട് പരിചയും ഹെൽമെറ്റും തയ്യാറാക്കി. മറുപുറത്ത് മാർക്ക് ധാരാളം അമ്പും വില്ലും തയ്യാറാക്കുന്നുണ്ടായിരുന്നു. എല്ലാം റെഡിയായപ്പോൾ അവരുടെ അമ്മയുടെ ആശീർവാദം വാങ്ങി തന്റെ അച്ഛനെ രക്ഷിക്കാനായി പുറപ്പെട്ടു. വിജയം കൈവരിക്കട്ടെ ആംസ്ട്രോങ്. ഈശ്വര.
അടുത്ത ദിവസം അവർ ആ രാക്ഷസന്റെ കൊട്ടാരത്തിനു മുൻപിലെത്തി. സ്ട്രോങ് ആം തന്റെ സഹോദരങ്ങളെ കൊട്ടാരത്തിനു പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് വളരെ ധൈര്യത്തോടെ അകത്തേക്ക് പോയി. എന്നിട്ട് കൊട്ടാരത്തിന്റെ വാതിലിൽ തട്ടി. ആ വാതിൽ തുറന്നത് ഒരു വ്യത്യസ്തനായ കുട്ടിയായിരുന്നു. അവന്റെ തല വലുതായിരുന്നു. അവൻ തുടർന്ന് ചിരിച്ചുകൊണ്ടേയിരുന്നു. ഹലോ സർ, ഒരു തമാശയുണ്ട്. ഞാൻ വലിയൊരു മാഷ്മലോ തിന്നുന്നതായിട്ട് സ്വപ്നം കണ്ടായിരുന്നു. ഞാൻ ഉറക്കത്തിൽ എണീറ്റ് നോക്കിയപ്പോ എന്റെ തലയണ കാണുന്നില്ലായിരുന്നു. എന്താ പറഞ്ഞേ? അതിനോടൊപ്പം ഇന്നലെ ഞാനൊരു അലാറവും കഴിച്ചായിരുന്നു. പക്ഷേ അത് തിന്നാൻ ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു. ആ, ഞാൻ താങ്കൾക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? നിനക്ക് എന്റെ അച്ഛൻ എവിടെയാണെന്നുള്ള കാര്യം അറിയാമോ? ഒരു പ്രായമുള്ള തടിവിട്ടുകാരൻ. ആ പാവ മനുഷ്യനല്ലേ? അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ പാവം തോന്നും. എന്റെ ദുഷ്ടനായ അങ്കിള് അദ്ദേഹത്തെ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഈ ബംഗ്ലാവിനകത്തൊരിടത്തായിട്ടേ താങ്കളുടെ അച്ഛൻ ആ ദുഷ്ടൻ അടച്ചിട്ടിരിക്കുകയാണ്. അതിന് കാവൽ ഒരു ഡ്രാഗണും ഉണ്ട്. ഇപ്പോൾ നീ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാലേ ആ ഡ്രാഗണിന്റെ വാലെ തൊടണം. പക്ഷെ ഇതുവരെയായിട്ടും ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ആ കുട്ടി രാക്ഷസൻ സ്ട്രോങ് ആമിന്റെ അച്ഛനെ ഒളിപ്പിച്ചു വെച്ച സ്ഥലം സ്ട്രോങ് ആമിനെ കാണിച്ചു കൊടുത്തു. ധൈര്യശാലിയായ സ്ട്രോങ് ആം ഒന്നിനും പേടിക്കാതെ ആ പടികളിൽ കൂടി കേറി മുകളിലേക്ക് പോയി. ഇതിലെ രസകരമായ വിഷയം എന്തെന്ന് വെച്ചാൽ ആ സമയം ആ ഡ്രാഗൺ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്ട്രോങ് ആം ഒട്ടും സമയം കളയാതെ ഡ്രാഗനെ ചാടിക്കടന്ന് മറുവശത്തേക്ക് പോയി. ഡ്രാഗന്റെ വാലിനടുത്ത് ചെന്ന് നിന്നു. ഡ്രാഗൺ കണ്ണു തുറന്നു നോക്കുന്നതിന് മുൻപേ തന്നെ സ്ട്രോങ് ആം അതിന്റെ വാലിൽ തൊട്ടു. ഉടൻ തന്നെ ഡ്രാഗൻ എണീറ്റു. എന്നിട്ട് വളരെ ഉച്ചത്തിൽ ഒച്ച വെക്കാൻ തുടങ്ങി. എന്നിട്ട് അവിടെ നിന്ന് മാഞ്ഞുപോയി. ഓ, നീ ഇത് ചെയ്തല്ലേ? ആ ഈവിൽ മോൺസ്റ്റർ നീ ഇല്ലാതാക്കി. നീ എന്റെ അച്ഛനുള്ള സ്ഥലം ഇവിടെ കാണിച്ചു തരൂ. ആ കുട്ടി രാക്ഷസൻ സ്ട്രോങ് ആമിനെ വേറൊരു വാതിലിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ സ്ട്രോങ് ആം തന്റെ അച്ഛനെ ചങ്ങലയിൽ പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. ആംസ്ട്രോങ്, എന്റെ പൊന്നു മോനെ. അതെ അച്ഛാ. ഇനി നമുക്ക് ആ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാം. തന്റെ കുട്ടികളെ ഓർത്ത് അവർ വളരെ വ്യാകുലപ്പെടുകയായിരുന്നു. വളരെ വളരെ ദുഃഖിതയായിരുന്നു. അങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഒരു വയസ്സായ മന്ത്രവാദിനി അവിടേക്ക് വന്നു. അവൾ പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം. ഞാനൊരു വയസ്സായ മന്ത്രവാദിനിയാണ്. എനിക്ക് ആ രാക്ഷസനെ ഇഷ്ടമല്ല. മാത്രമല്ല അവനെ ഇല്ലാതാക്കുന്നതാണ് എന്റെ ലക്ഷ്യം. വരൂ, ഈ വടിയിൽ കേറിയിരിക്കൂ. ഓ, വളരെ നന്ദി ദൈവമേ. ഞാനിപ്പോ വളരെ ദുഃഖത്തിലിരിക്കുകയാണ്. ഞാൻ ദൈവമല്ല, ഒരു മന്ത്രവാദിനിയാണ്. നീ കേറിയിരിക്കൂ. ആ വയസ്സായ മന്ത്രവാദിനി മുത്തശ്ശിയും കൂട്ടി മന്ത്രവടിയിൽ കേറി ആ രാക്ഷസന്റെ കൊട്ടാരത്തിലേക്ക് പറന്നുപോയി. അവരവിടെ ചെന്നു ചേർന്നപ്പോൾ അവിടെ എവിടെയും ആ രാക്ഷസനെ കണ്ടില്ല. ആ രാക്ഷസന് കാലിൽ ആണി വന്നിരുന്നു. അത് അവനെ വളരെ വേദനയായിരുന്നു. അവൻ വേദന സഹിക്കാതെ കരഞ്ഞുകൊണ്ടിരുന്നു. അവൻ വീണ്ടും കാട്ടിനകത്തേക്ക് പോയി തന്റെ ഷൂ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ രാക്ഷസൻ മുത്തശ്ശിയും കുട്ടികളും താമസിച്ചിരുന്ന ഷൂ അവിടെ കണ്ടു. ഉടനെ അവൻ തന്റെ ഷൂ കിട്ടിയതിൽ സന്തോഷിച്ചു. അവന്റെ ചിരി കേട്ട് മരങ്ങളൊക്കെ പേടിച്ചു വിറച്ചു. അവൻ തന്റെ കാലിൽ ആ ഷൂ ഇട്ടു. റൂഫൊക്കെ പൊട്ടിപ്പോയി. അകത്തിരുന്ന കുട്ടികൾ ഒച്ച വെച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. എന്തു ചെയ്യണമെന്ന് അറിയാതെ പേടിച്ചു നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ആ മന്ത്രവാദിനിയും മുത്തശ്ശിയും പിന്നെ സ്ട്രോങ് ആമും തന്റെ സഹോദരങ്ങളും പിന്നെ അവരുടെ അച്ഛനും അവിടേക്ക് എത്തിച്ചേർന്നു. ഓം ക്രീം സ്വാഹ. ഓം ഹ്രീമോ? അതെന്താണ്? ഓ, നിന്റെ ശക്തി ഇത്രയ്ക്കും എങ്ങനെയാണ് കൂടിയത്? എന്റെ സ്ഥലം നീ എന്നാണോ നശിപ്പിച്ചത് അന്നു മുതൽ ഞാൻ തീവ്രമായി പരിശീലനം എടുക്കുകയായിരുന്നു. ആ രാക്ഷസൻ മന്ത്രവാദിനെ അടിക്കാനായി മുൻപിലേക്ക് നടന്നപ്പോൾ സ്ട്രോങ് ആമും അവന്റെ സഹോദരങ്ങളും അവന്റെ നേർക്ക് അമ്പുകൾ എയ്തു. ഉടൻ തന്നെ രാക്ഷസൻ മല പോലെ തറയിലേക്ക് വീണു. അതോടെ ആ രാക്ഷസന്റെ കഥ കഴിഞ്ഞു. എന്റെ ഒരുപാട് സ്നേഹമുള്ള ചേട്ടാ, ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു. ഞാനൊരു പാവം തടിവെട്ടുകാരനാണ്. എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. ഇടിഞ്ഞു പോയ ആ വീട് വീണ്ടും നിർമ്മിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഒരുപാട് നന്ദിയുണ്ട് ദൈവമേ. ഞാനൊരു മന്ത്രവാദിനിയാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? അതെ, ഞാൻ സ്ട്രോങ് ആം. ഓ,
കുട്ടികളെ, നിങ്ങൾ എന്തിനാ ഇത്ര ടെൻഷൻ ആകുന്നത്? നിങ്ങൾക്കറിയില്ലേ, ചാൾസ് ഡിക്കൻസ് പറഞ്ഞിട്ടുണ്ട്, ഒരു പേരിലൊന്നുമില്ലാന്ന്. അങ്ങനെ പറഞ്ഞത് വില്യം ഷേക്സ്പിയർ ആണ്. നീ എന്താ ഇങ്ങനെ പറയുന്നത് സ്റ്റാർ?